ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 26 പേരാണ് സംഘത്തിലുള്ളത്. ഘോഷയാത്രാ ചടങ്ങുകൾ ആരംഭിച്ചു. വിവരങ്ങളുമായി പന്തളത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീക്ഷ, ചടങ്ങുകൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ. ക്രിസ്റ്റീന, ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് ശബരിമല ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട പന്തളം കൊട്ടാരത്തിലും പന്തള ക്ഷേത്ര പരിസരത്തുമുള്ളത്. അല്പസമയം മുമ്പാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. 12:50 ഈ ചടങ്ങുകളും ഒപ്പം 1 മണിയോടുകൂടി തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. 12 മണിയോടുകൂടി ഈ അകത്തുണ്ടായിരുന്ന തിരുവാഭരണം ഈ പേടകങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ തിരുവാഭരണം പേടകങ്ങൾ വഹിക്കുന്ന ഗുരുസ്വാമി ഈ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിന് ചുറ്റും വലം വച്ച ശേഷമാണ് ഈ ക്ഷേത്ര ശ്രീകോവിലേക്ക് ഗുരുസ്വാമി എത്തിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ പേടകവും വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നത്. ഈ 40 വർഷത്തോളം തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിലുണ്ടായിരുന്ന മുതുവന സ്വദേശിയായ ഈ ശിവൻകുട്ടിയാണ് ഇത്തവണ ഈ പേടകം, ഈ തിരുവാഭരണങ്ങൾ വഹിക്കുന്ന പേടകം തലയിലേറ്റുന്നത്. ഈ 12:50 കൂടി തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഒരുക്കങ്ങളിലേക്കാണ് പന്തളം കൊട്ടാരം കടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചത്. 12 മണിവരെ ഈ ഭക്തർക്ക് ഈ തിരുവാഭരണത്തിൽ ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഈ പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാനാണ്. ഈ 26 പേരടങ്ങുന്ന സംഘമാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ ഉള്ളത്. ഈ 26 പേരടങ്ങുന്ന സംഘത്തെ നയിക്കുന്നത് പന്തളം രാജകൊട്ടാരം പ്രതിനിധിയായ പുണർദം നാൾ നാരായണ വർമ്മയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത്. 1 മണിയോടുകൂടി തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് ഇനി ക്ഷേത്രത്തിൽ നടക്കാനുള്ളത്. ഈ പേടകങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ ചെയ്ത ശേഷമാണ് ഈ തിരുവാഭരണങ്ങൾ പേടകങ്ങളിലേക്ക് മാറ്റി ഗുരുസ്വാമിയുടെ ശിരസിലേറ്റി യാത്ര പുറപ്പെടുന്നത്. 3 പേടകങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്രയിലുള്ളത്. ഇതിന് പുറമെ ഈ പ്രത്യേകം തയ്യാറാക്കിയ പല്ലക്കിലായിരിക്കും രാജകൊട്ടാരം പ്രതിനിധി ഈ യാത്രയിൽ പോകുക. ആ പല്ലക്ക് ഉൾപ്പെടെ ഈ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വലം വച്ച ശേഷമായിരിക്കും തിരുവാഭരണവുമായി പേടകങ്ങളുമായി ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വലിയ തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും ദർശനം നടത്തി തിരുവാഭരണത്തെ വണങ്ങിയാണ് നിരവധി അയ്യപ്പർ ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നത്. മകരവിളക്ക് ദർശനത്തിനായി വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമലയിലേക്കുണ്ട്. ഈ പന്തളത്തെത്തി ദർശനം നടത്തിയാണ് നിരവധി തീർത്ഥാടകർ ഇപ്പോൾ ഈ ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. ഇന്ന് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ട പരമ്പരാഗത കാനനപാത വഴി 3-ാം നാളാണ് ശബരിമലയിൽ എത്തുന്നത്. മകരസംക്രമ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവുമായാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. 11 ക്ഷേത്രങ്ങളിൽ തിരുവാഭരണങ്ങൾ എത്തിക്കും. അവിടെ ഈ തിരുവാഭരണത്തെ ദർശിക്കാനും വണങ്ങാനുമുള്ള സൗകര്യം തീർത്ഥാടകർക്ക് ഉണ്ടായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ, നടപടിക്രമങ്ങൾ, തിരുവാഭരണ ഘോഷയാത്രകൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിക്കും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.